മോർണിംഗ് ഫ്രം സെരയേവോ. ഇപ്പോൾ പുതിയൊരു വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം യൂറോപ്പിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ട്രെയിൻ ജേണികളിലൊന്ന് ആസ്വദിക്കാൻ വേണ്ടി പോവാണ്. ഞാനിപ്പോൾ ഉള്ളത് സെരയേവോ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. നമ്മളിപ്പം എന്താ പറയുക, നമ്മൾ താമസിക്കുന്ന ബഷാർഷിയ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ട്രാം എടുത്ത് വരാനായിരുന്നു പ്ലാൻ. പക്ഷേ കുറച്ച് നേരം ട്രാമിന് വെയിറ്റ് ചെയ്തു. ട്രാം വരുന്നത് കണ്ടില്ല. അപ്പോൾ നേരെ ഒരു ടാക്സി എടുത്തു. പ്രൈസ് ചോദിച്ചു, ആ പ്രൈസിന് അഗ്രി ചെയ്തു, ഇവിടെ കൊണ്ട് ഇറക്കി തന്നു. ആൻഡ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറേ കൂടി ഒരു സോവിയറ്റ് അല്ലെങ്കിൽ യുഗോസ്ലാവിയൻ കാലഘട്ടത്തെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ളൊരു കെട്ടിടമൊക്കെയാണ് എൻ്റെ പിന്നിൽ കാണുന്നത്, ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഹെർ ബർത്ത്ഡേ ടുഡേ, സോ വിഷ് ഹെർ ബർത്ത്ഡേ ഇൻ ദ കമൻറ്റ്സ് ആസ് വെൽ. ബർത്ത്ഡേ പ്രസൻറ്റ് എന്താണെന്ന് അറിയോ? ബർത്ത്ഡേ പ്രസൻറ്റ് ഈസ് മോസ്റ്റാർ സിറ്റിയിലേക്കുള്ള യാത്രയാണ് ബർത്ത്ഡേ പ്രസൻറ്റ് എന്ന് പറയും. നമ്മളെ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. വെറും 7 പൗണ്ട്, അതായത് 700 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വൺ വേ ടിക്കറ്റിന് മൊസ്റ്റാർ എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റിയിലേക്ക്. ആൻഡ് ഈ ഒരു ട്രെയിൻ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ഓൾഡ് സ്കൂൾ ടൈപ്പ് ട്രെയിൻ സ്റ്റേഷനാണ്. നമ്മളൊരു പഴയ കാലത്തേക്ക് തിരിച്ചു വന്നൊരു ഫീലാണ്. യു സീ ദ ഓൾഡൻ ടൈംസ് ലുക്ക് ലൈക്ക് 90s, isn't it? പഴയ കാലത്തൊരു കൊക്കോക്കോളയുടെ അഡ്വർടൈസ്മെൻറ്റും ആൻഡ് കുറച്ചധികം ഒരു പഴയ രീതിയിൽ സോവിയറ്റ് അല്ലെങ്കിൽ യുഗോസ്ലാവിയൻ രീതിയിൽ പണിതിട്ടുള്ള ഷോപ്പുകളും കാര്യങ്ങളെല്ലാം ഇപ്പോൾ കാണാം. ട്രെയിന് നമ്മൾ എന്താ പറയുക, പുറമേ നിന്ന് കാണുന്ന സമയത്ത് ഒരു പഴയ ട്രെയിനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ട്രെയിൻ സ്റ്റേഷൻ പഴയതാണെങ്കിലും അകത്ത് നല്ല സൗകര്യമുണ്ട് കേട്ടോ. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇരിപ്പിടങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ലഗേജ് വെക്കാനുള്ള സംവിധാനമുണ്ട്. ചെറിയൊരു ക്യാൻറ്റീനുണ്ട്. ക്യാൻറ്റീൻ ഞാൻ പോയി നോക്കിയിട്ടില്ല, നമുക്ക് പോയി നോക്കാം എന്തൊക്കെയുണ്ടെന്നുള്ളത്. ഇപ്പോൾ ട്രെയിൻ പുറപ്പെട്ടില്ല, പക്ഷെ അതിനു മുന്നേ ജസ്റ്റ് ഡോറെല്ലാം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇരിക്കാനും മറ്റുമൊക്കെയുള്ള സൗകര്യം. അങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അകത്ത് വെയിറ്റ് ചെയ്യാം. ട്രെയിനിപ്പോൾ പുറപ്പെടും, നോക്കാം. ട്രെയിൻ യാത്രകൾ എന്നും ഇഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾ. അതിൻ്റെ ഒരു പ്രധാന കാരണം ഒരു നാടിന്, ഒരു രാജ്യത്തെ നമുക്ക് ഇത്തരത്തിലുള്ള യാത്രകളിലൂടെ ഏറെക്കുറെ തൊട്ടറിയാൻ പറ്റുമെന്നുള്ളതാണ്. സെരേവോ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ എടുത്തു ഏറെ വൈകാതെ ബോസ്നിയൻ ഗ്രാമപ്രദേശങ്ങളുടെ കാഴ്ചകൾ കാണാനായി. ബോസ്നിയൻ കൃഷിക്കാരും കൃഷിയിടങ്ങളും മൂടൽമഞ്ഞും എല്ലാമായി ഒരു മാജിക്കൽ ഫീൽ. യാത്രയുടെ ഭൂരിഭാഗവും നെരേത്വ എന്ന് പറയുന്ന നദിയെ പിന്തുടരുന്ന പോലെയാണ്. ബോസ്നിയൻ മലനിരകളും താഴ്വാരത്തിലെ ഗ്രാമീണരുടെ വീടുകളും എല്ലാമായി മനോഹരമായ കാഴ്ചയായിരുന്നു. ഒരുപാട് തുരങ്കങ്ങളും ഓട്ടോമൻ കാലഘട്ടത്തിലെ പാലങ്ങളും യുഗോസ്ലാവിയൻ കാലഘട്ടത്തിലെ ട്രെയിൻ സ്റ്റേഷനുകളും എല്ലാമായി നല്ലൊരു യാത്ര. 2.5 മണിക്കൂർ എടുത്തു സെരേവോ നഗരത്തിൽ നിന്നും ബോസ്നിയയിലെ മൊസ്റ്റാർ ടൗണിലേക്ക് എത്താൻ. സോ മൊസ്റ്റാർ എന്ന് പറയുന്ന ഹിസ്റ്റോറിക് ടൗൺ ഈ ഒരു പരിസരത്ത് എവിടെയാണ്. 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മളെ ഹിസ്റ്റോറിക് ടൗൺ, നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലേക്കും അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലേക്കും. ഇവിടെ ഒരു പോപ്പുലേഷൻ്റെ പകുതിയിലധികം പേരും ഈ ക്രോയറ്റ്സ് ആണ്. ആൻഡ് ബാക്കി പകുതി എന്ന് പറയുന്നത് ഈ ബോസ്നിയാക്സ് ആണ്. അപ്പം അന്ന് യുദ്ധകാലഘട്ടത്തിൽ ഇവിടെ ക്രോയറ്റ്സ് ആയിരുന്നു ഇവിടെ ബോസ്നിയാക്കൾക്കെതിരെ, അല്ലെങ്കിൽ അവർ തമ്മിലായിരുന്നു ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത്. അതെ, മൊസ്റ്റാർ സ്റ്റേഷനിൽ നിന്നും 1 കിലോമീറ്റർ മാറിയാണ് മൊസ്റ്റാറിന്റെ ചരിത്ര നഗരഭാഗം. ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. യുദ്ധം അവസാനിച്ചിട്ട് 30 വർഷമായെങ്കിലും ബോസ്നിയയിലെ പല കെട്ടിടങ്ങളും യുദ്ധത്തിൽ പരിക്കേറ്റ അവസ്ഥയിൽ തന്നെയാണ് കാണാനാവുന്നത്. എല്ലാത്തിനും ബുള്ളറ്റ് ഹോൾസും മറ്റു നാശനഷ്ടങ്ങളും കാണാനാവും. പഴയ നഗരഭാഗത്തെ കെട്ടിടങ്ങൾ മാത്രമാണ് കുറേയൊക്കെ പുനർനിർമ്മിച്ചത്. യുദ്ധകാലത്തെ ക്രൂരതയുടെ സ്മാരകമായി എന്നോണം ഇവയൊക്കെ എല്ലായിടത്തും കാണാം. സോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന അപ്പാർട്ട്മെൻറ്റ് ഇവിടെയാണ്. ഇവിടെ അടുത്താണ് കേട്ടോ മൊസ്റ്റാറിൻ്റെ ഓൾഡ് ടൗൺ. ആൻഡ് ഇതാണ് അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ചെറിയൊരു കിച്ചൺ ആൻഡ് ഒരു ടേബിൾ ഉണ്ട്. യു ഹാപ്പി? അപ്പാർട്ട്മെൻറ്റ് ഈസ് ഓക്കെ, നോട്ട് ബാഡ്, ഇസ്ന്റ് ഇറ്റ്? ഇവിടെ ഒരു റൂം ഇങ്ങനെ ഉണ്ട് ആൻഡ് വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് വിത്ത് ഷവർ. ജസ്റ്റ് നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒന്ന് ഫ്രഷായി റൂമിൽ നിന്നും ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ലഞ്ചോ ബ്രഞ്ചോ എന്ത് വേണമെങ്കിൽ വിളിക്കാം.
അപ്പോൾ ഇതാണ് മോസ്റ്റാറിൻ്റെ പുതിയ നഗരഭാഗം എന്ന് പറയുന്നത്. പഴയ നഗരഭാഗം ഈ കെട്ടിടത്തിന് അപ്പുറം. സോ ഇവിടെ ഡെയിലി മെനു സിസ്റ്റമാണ്. നമുക്കിവിടെ മെനു എല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും, പ്രൈസും കാര്യങ്ങളൊക്കെ. അതാണ് കിച്ചൺ. നമ്മൾ ഓർഡർ ചെയ്താൽ ഇതുപോലെ ഇങ്ങനെ കിച്ചണിൽ ഓർഡർ കൊടുക്കും. ഞാനിതാണ് ഓർഡർ ചെയ്തത്, ഇബർ മെസോ എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ സാധനം. ഇവള് ചിക്കൻ ഫില്ലറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു കുഞ്ഞു റെസ്റ്റോറൻ്റ് കേട്ടോ, നല്ല ഭംഗിയുള്ള റെസ്റ്റോറൻ്റാണ്. ആസ്നിക സഹാൻ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള റെസ്റ്റോറൻ്റ് അല്ല കേട്ടോ, മൊസ്റ്റാർ നിവാസികളാണ് ഇവിടുത്തെ കസ്റ്റമേഴ്സ്. ഞാൻ ഓർഡർ ചെയ്തത് ബൈബർ മെസോ, അതായത് പെപ്പർ മീറ്റ്, ഒരു ട്രഡീഷണൽ ബോസ്നിയൻ വിഭവം, കൂടെ മാഷ് പൊട്ടാറ്റോയും പുലാവും. ബൈബർ മെസോ നമ്മുടെ ബീഫ് കറിയുടെ ഒരു അകന്ന ബന്ധുവാണെന്ന് വേണമെങ്കിൽ പറയാം. അതീവ രുചികരമായിരുന്നു അത്. ഗുഡ് യാ. അപ്പോൾ നമ്മളിപ്പോൾ നടക്കുന്നത് മൊസ്റ്റാറിലെ ഒരു പഴയ ബസാറിലൂടെയാണ്. പഴയ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളും എല്ലാം കാണാം. നല്ല മനോഹരമായിട്ടുള്ള ഫ്ലോറിങ് ആട്ടോ, കല്ല് വിരിച്ചുള്ള പാത എന്നൊക്കെ പറയുന്ന പോലെ. ഇരു സൈഡിലും കുറേ ഷോപ്പുകൾ, കൂടുതലും സുവനീർ ഷോപ്പാണ്. അതുകൂടാണ്ട് ബേക്കറി, റെസ്റ്റോറൻറ്റ്സ്, കോഫി ഷോപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല രസമുള്ളൊരു കുഞ്ഞു ബസാർ. മൊസ്റ്റാറിലെ എന്നല്ല, ബോസ്നിയ ഹെർസിഗോവിന എന്ന് പറയുന്ന ഈ രാജ്യത്തെ തന്നെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ലാൻഡ്മാർക്കാണ് ഈ കാണുന്ന സ്റ്റാറി മോസ്റ്റ് അല്ലെങ്കിൽ ഓൾഡ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. 16-ാം നൂറ്റാണ്ടിൽ ഓട്ടോമൻ കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. 400 വർഷക്കാലം അതേപടി നിലനിന്നിരുന്നു. എന്നാൽ 92-95 കാലഘട്ടത്തിലെ യുദ്ധത്തിനിടയ്ക്ക് 93-ൽ ക്രോയേറ്റ്സ്, അന്ന് ക്രോയേറ്റ്സും ബോസ്നിയക്കും തമ്മിലുള്ള യുദ്ധമായിരുന്നു ഇവിടെ. അവർ ഈ ബ്രിഡ്ജ് വലിയ രീതിയിൽ നശിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ വീഡിയോസും മറ്റുമൊക്കെ നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. അവരൊരു വലിയ ബോംബും മറ്റുമൊക്കെ വെച്ച് നശിപ്പിച്ചെടുത്തു. എന്നാൽ യുദ്ധത്തിന് ശേഷം, അതായത് 92-95 കാലഘട്ടത്തിലെ യുദ്ധത്തിന് ശേഷം 2005 കൂടിയിട്ട് ഈ ബ്രിഡ്ജ് പുനർനിർമ്മിക്കുകയായിരുന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ പല ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുന്നതാണ്, ഈ നദിയിൽ വീണ നെരേത്തുവ എന്ന് പറഞ്ഞ ഈ നദിയിൽ വീണ ബ്രിഡ്ജിൻ്റെ എല്ലാ കല്ലുകളും മറ്റുമൊക്കെ പെറുക്കിയെടുക്കുകയും ഈ ബ്രിഡ്ജ് ഒറിജിനലി 400 വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയാണോ, ഏത് കല്ലുകൾ ഉപയോഗിച്ചാണോ ബിൽഡ് ചെയ്തത്, ആ കല്ലുകൾ കണ്ടെത്തി, അത് ക്വാറിയിൽ പോയി കണ്ടെത്തി, അതുപോലെ പഴയ എൻജിനീയറിംഗ് മെത്തേഡ്സും മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് പഴയ രീതിയിൽ ഈ ബ്രിഡ്ജ് നിർമ്മിച്ചെടുത്ത് അപ്പോൾ ഇന്ന് ഈ കാണുന്ന ഈ ഒരു ചരിത്രമായിട്ടുള്ളൊരു ബ്രിഡ്ജ് വീണ്ടും അവർ ഈ അടുത്ത കാലത്ത് നിർമ്മിച്ചെടുത്തതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ബ്രിഡ്ജിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ മോഡൽ എന്ന് പറയുന്നത് 400 വർഷങ്ങൾക്ക് മുമ്പ് ഓട്ടോമൻ കാലഘട്ടത്തിലെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ്. നമുക്കിവിടെ ഇങ്ങനെ ഒരു സ്റ്റോൺ കാണാം കേട്ടോ, ഡോണ്ട് ഫോർഗെറ്റ് 93 എന്ന് പറഞ്ഞിട്ട്, മറക്കരുതെന്ന് പറഞ്ഞിട്ട് ആ ഇയർ. കാരണം ആ ഇയറിലായിരുന്നു ഇത് നശിപ്പിച്ചത്. ആ ഒരു കല്ല് അന്ന് ബ്രിഡ്ജ് നശിപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്ന കല്ലാണ് ഈ കാണുന്നത്. ഇത് യുനെസ്കോ ഇടപെട്ടാണ് ഇത് പുനർനിർമ്മിക്കുന്നത്. സോ താങ്ക്സ് ടു യുനെസ്കോ, ഹാറ്റ്സ് ഓഫ്. ഇറ്റ്സ് ബെറ്റർ നോട്ട് ദി കളർഫുൾ, ദാറ്റ്സ് ടിപ്പിക്കൽ വൺ. either the map with the map, Bosnian map. Yeah, thank you. Thank you very much. Thank you. നമ്മളെ ഇപ്പോൾ മൊസ്റ്റാർ ഒരു സുവനീർ മേടിച്ചിരിക്കുകയാണ്, മാഗ്നറ്റും ചെറിയൊരു പ്ലേറ്റും. ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റ് ഒക്കെ വരുന്ന കാരണം പൈസയൊക്കെ അത്യാവശ്യം ടൂറിസ്റ്റ് പ്രൈസ് ആട്ടോ എല്ലാത്തിനും. അങ്ങനെ വലിയ കുറവൊന്നുമില്ല. സെരേവൊന്നും മേടിക്കുന്നതാണ് കുറേ കൂടി പെട്ടെന്ന് തോന്നുന്നു. ബട്ട് ഇവിടുത്തെ സാധനം ഇവിടെ നിന്ന് മേടിക്കാമെന്ന് കരുതി. ഇവിടെ നിന്ന് ഉണ്ടാക്കിയതാട്ടോ മിക്കതും, ഹാൻഡ് മെയ്ഡാണ് ആൻഡ് മെയ്ഡ് ഇൻ ബോസ്നിയ. കോസ്കി മുഹമ്മദ് പാഷ മോസ്ക്, മൊസ്റ്റാറിലെ മറ്റൊരു പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് ഈ കാണുന്ന കോസ്കി മുഹമ്മദ് പാഷ മോസ്ക് എന്ന് പറയുന്നൊരു പള്ളി. ഓട്ടോമൻ കാലഘട്ടത്തിൽ, അതായത് 1618 കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ളൊരു പള്ളിയാണിത്. പുറത്തൊരു ചെറിയൊരു ഫൗണ്ടൈൻ ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഈ വുളു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അംഗശുദ്ധി വരുത്തുക എന്ന് പറയില്ല, നമ്മൾ പള്ളിയിലേക്ക് കയറുന്നതിന് മുന്നേ, നമസ്കരിക്കുന്നതിന് മുന്നേ അത് വരുത്തുന്നതിനുള്ള ഒരു സംഭവം അവിടെ കാണാം. നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ളൊരു എൻട്രി ഉണ്ട്. എൻട്രിക്ക് ചെറിയ പൈസ ടിക്കറ്റ് ഉണ്ട്. മിനാരത്തിൻ്റെ മുകളിൽ നിന്നും ഈ ഒരു നഗരത്തെയും ഈ ഒരു ആ ബ്രിഡ്ജിൽ നമ്മളെ സ്റ്റാറി മോസ്റ്റ് അതെല്ലാം കാണാൻ പറ്റും. സോ മോസ്ക് വിത്ത് മിനാരത്ത് 15 മാർക്കാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ഓട്ടോമൻ ഇസ്ലാമിക് ആർക്കിടെക്ചറാണ് ഈ പള്ളിക്കകത്ത്. ചുവരിൽ മനോഹരമായ ചില ചിത്രങ്ങളും
കളർഫുൾ ആയിട്ടുള്ള സ്റ്റെയിൻഡ് ഗ്ലാസും എല്ലാമായി അതിമനോഹരമാണ് ഇതിനകം. തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലെ വാറിൽ ക്രൊയേഷ്യൻസ് ഇവിടെ വലിയൊരു ഷെല്ലിടുകയും വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് വീണ്ടും ഈ പറഞ്ഞ പോലെ ഈ നഗരത്തിലെ ഒട്ടാകെ ഒരുപാട് കെട്ടിടങ്ങൾ റീബിൽഡ് ചെയ്ത സമയങ്ങളിൽ ഇതും റീബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇനി മിനാരത്തിലേക്കൊന്ന് കയറാട്ടോ. ചെറിയ രീതിയിൽ ഇരുട്ടാണ്, ചെറിയ സ്റ്റെപ്പാണല്ലോ. ക്ലസ്ട്രോഫോബിക് ആണെന്നുണ്ടെങ്കിൽ കയറാൻ കേട്ടോ. വളരെ ഇടുങ്ങിയ വഴി കേട്ടോ, എൻ്റെ തീരുന്നേ ഇല്ല. എൻ്റെമ്മോ ഇപ്പൊ തീരുന്നേരിക്കുന്നേ. ഓ സുഹൃത്തുക്കളെ, കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിത് മുകളിൽ നിന്നും 360 ഡിഗ്രിയിൽ നമുക്ക് മൊസ്താർ നഗരത്തെ കാണാനാകും. താഴെക്കൂടെ ഒഴുകുന്ന നരേത്വ നദിയും അതിനു മുകളിലൂടെ പണിതിട്ടുള്ള ഒരുപാട് പാലങ്ങളും, പ്രത്യേകിച്ച് സ്റ്റാറിമോസ്റ്റ് എന്ന് പറയുന്ന പഴയകാല പാലവും എല്ലാം നമുക്ക് ഇതിന് മുകളിൽ നിന്ന് കാണാം. കൂടാതെ മൊസ്താറിലെ മലനിരകളും അതിന് താഴ്വാരത്തിലെന്നോണമുള്ള മനോഹരമായിട്ടുള്ള ഓറഞ്ച് മേൽക്കുരയോട് കൂടിയിട്ടുള്ള മൊസ്താർ വീടുകളും എല്ലാം കാണാം. മൊസ്താർ നഗരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് എൻ്റെ മുന്നിൽ കാണുന്ന ക്രൂക്കഡ് ബ്രിഡ്ജ്, അല്ലെങ്കിൽ ക്രിവ കുപ്രിയ എന്ന് പറയും ഇവരുടെ ലാംഗ്വേജിൽ കേട്ടോ. വീണ്ടും ബ്രിഡ്ജ് ആണെന്ന് വിചാരിക്കേണ്ട. നേരത്തെ നമ്മൾ കണ്ട സ്റ്റാറിമോസ്റ്റില്ലേ, ഓൾഡ് ബ്രിഡ്ജില്ലേ, അത് സത്യത്തിൽ ഇതാണ് ആദ്യം പണിത്. കാരണം ഇതൊരു ടെസ്റ്റ് ആയിരുന്നു. കാരണം ഇതേ എൻജിനീയറിങ് അല്ലെങ്കിൽ ഇതേ മെത്തേഡ്സ് അല്ലെങ്കിൽ ഇതേ കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നേരത്തെ കണ്ട സ്റ്റാറിമോസ്റ്റും പണിതിട്ടുള്ളത്. ചെറിയ ബ്രിഡ്ജാണിത്. 25 വർഷം മുമ്പ് ഒരു ചെറിയ ഫ്ലഡിൽ ഇതിലൂടെ താഴെ ഒഴുകുന്ന നിരേത്വ റിവറിലുണ്ടായ ഒരു ഫ്ലഡിൽ ബ്രിഡ്ജ് നശിച്ചിരുന്നു. അത് വീണ്ടും ബിൽഡ് ചെയ്യായിരുന്നു, നമ്മൾ നേരത്തെ കണ്ട ബ്രിഡ്ജ് പോലെ തന്നെ. ഈ ക്രൂക്കഡ് ബ്രിഡ്ജിനടുത്തായി ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയേക്കാൾ ഭംഗി ഈ പള്ളി സ്ഥിതി ചെയ്യുന്ന ഒരു പരിസരമാണ്. ഈ ഒരു പരിസരത്ത് നിന്ന് നോക്കിയാൽ താഴെ ക്രൂക്കഡ് ബ്രിഡ്ജ് നമുക്ക് അതിമനോഹരമായി കാണാം. കൂടാതെ മൊസ്താർ മലനിരകളും പഴയ നഗരഭാഗവും എല്ലാം നല്ല മനോഹരമായി കാണാൻ പറ്റുന്ന ഇടം. കുറച്ചേറെ നടത്തം, ചെറിയൊരു ക്ഷീണം. ഞങ്ങളൊരു ബോസ്നിയൻ ചായ പറഞ്ഞു, കൂടെ കഴിക്കാൻ ചെറിയൊരു മധുരവും. പിന്നീട് ഞങ്ങൾ പോയത് മൊസ്താറിൻ്റെ പുതിയ നഗരഭാഗത്തേക്കാണ്. പഴയ നഗരഭാഗം കൂടുതലും ഓട്ടോമൻ ശൈലിയിലുള്ള നിർമ്മാണങ്ങളും നിർമ്മിതികളുമാണെങ്കിൽ പുതിയ നഗരഭാഗം പലയിടവും യുഗോസ്ലാവിയൻ ശൈലിയിലും യൂറോപ്യൻ ശൈലിയിലും നിർമ്മിച്ചിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിച്ചത്. പുതിയ നഗരഭാഗത്തും നരേത്വ നദിക്ക് കുറുകെ പണിതിട്ടുള്ള ഒരുപാട് പാലങ്ങൾ കാണാനായി. നമ്മളിപ്പോൾ ഉള്ളത് ബോസ്നിയയിലെ അല്ലെങ്കിൽ മൊസ്താറിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ക്വയറിലാണ്. സ്പാനിഷ് സ്ക്വയർ എന്ന് പറയും. സ്പാനിഷ് സ്ക്വയർ ബോസ്നിയൻ യുദ്ധകാലത്ത് മരിച്ചു വീണിട്ടുള്ള സ്പാനിഷ് പീസ് കീപ്പേഴ്സിനോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ ഒരു സ്ക്വയറിന് സ്പാനിഷ് സ്ക്വയർ എന്നുള്ള പേര് നൽകിയിട്ടുള്ളത്. ബോസ്നിയൻ യുദ്ധകാലത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ ഒരു ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. പല കെട്ടിടങ്ങളിലും ഒരുപാട് വെടിയുണ്ടകൾ ഏറ്റിട്ടുള്ള പാടുകളും മറ്റും എല്ലാം തന്നെ കാണാനും സാധിക്കും. ഈ ഒരു സ്ക്വയറിനോട് അടുത്തായിട്ട് ഒരു ഫേമസ് എന്ന് പറയാൻ പറ്റില്ല, ഇൻഫേമസ് ആയിട്ടുള്ള ഒരു കെട്ടിടമുണ്ട്, സ്നൈപ്പേഴ്സ് ടവർ. യുഗോസ്ലാവിയൻ കാലഘട്ടത്തിലെ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു കെട്ടിടമായിരുന്നു. അന്നതൊരു കൊമേഴ്ഷ്യൽ ബാങ്കായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായിരുന്നു. എന്നാൽ യുദ്ധകാലത്ത് ക്രൊയേഷ്യൻ പട്ടാളം, ക്രൊയേഷ്യൻ ഫോഴ്സ് അത് അവരുടെ താവളമാക്കി മാറ്റുകയും ഇവിടെ നിന്നുകൊണ്ടായിരുന്നു താഴെ കൂടെ പോകുന്ന ബോസ്നിയാക്കുകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് വെടി വെച്ചുകൊണ്ടിരുന്നത്. യുദ്ധകാലത്ത് ബോസ്നിയാക്കുകളുടെ പേടി സ്വപ്നമായിരുന്നു ഈ ഒരു കെട്ടിടം. ശരിക്കും പറഞ്ഞാൽ വാർ ബ്രുട്ടാലിറ്റിയുടെ ഒരു സിംബലായി ഇന്നും നിലനിർത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഞാനിപ്പോൾ ആ സ്നൈപ്പർ ടവർ കുറേ കൂടി അടുത്തുനിന്ന് നോക്കാൻ പോകുന്നു. നമുക്ക് കാണാൻ പറ്റും ഇവിടെ
കുറേയൊക്കെ ഈ കാണുന്ന ഗ്രഫിറ്റി വർക്ക്സും കാര്യങ്ങളൊക്കെ അവർ ഈ ഏരിയ ഒരു കൈയടക്കിയിരിക്കുകയാണ്. അവരുടെ ഒരു ആർട്ടിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും തോന്നിയത് കൊണ്ടായിരിക്കണം. പഴയ കാലഘട്ടത്തിലെ യുഗോസ്ലാവിയൻ കാലഘട്ടത്തിലെ ബാങ്കാണ് കേട്ടോ ഇത്. നമുക്ക് അകത്തേക്ക് പ്രവേശനമൊന്നുമില്ല, ബട്ട് ഈ കാണുന്ന ഗ്രാഫിറ്റി വർക്ക്സൊക്കെ പുറത്ത് കാണാം. ചിലത് കാത്തുമുണ്ട് കേട്ടോ. ഇതുപോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു കെട്ടിടം. നോക്കൂ, അകത്തും ഗ്രാഫിറ്റി വർക്ക്സും കാര്യങ്ങളെല്ലാം കാണാം കേട്ടോ. ബുള്ളറ്റ് ഹോൾസ് ഒക്കെ കണ്ടില്ലേ? 30-30 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ ഇതിനൊക്കെ. ഓരോ ബുള്ളറ്റ് ഹോൾസിനും ഓരോ ബുള്ളറ്റിനും ഓരോ കഥകൾ പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ ബോസ്നിയൻ ഹെർസിഗോവിനയിലെ മൊസ്താർ നഗരത്തിലെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. മൊസ്താറിലെ ചരിത്രപ്രധാനമായിട്ടുള്ള കാഴ്ചകളും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാഴ്ചകളെല്ലാമായിരുന്നു കാണിച്ചത്. ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നാളെ അടുത്ത വീഡിയോയിൽ നമുക്ക് മൊസ്താറിന് പുറത്തോട്ടൊന്ന് പോവാണ് കേട്ടോ. മൊസ്താറിന് പുറത്തോട്ട് ഇനിയും കുറച്ചേറെ ടൗണുകളും നഗരങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. എനിക്ക് താല്പര്യമുള്ള രീതിയിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം, അത്ര മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവരോടും ബൈ ബൈ. യു വാണ്ട് ടു സേ ലൈക്ക് ഓർ സബ്സ്ക്രൈബ് സംതിങ്? നോ. അവൾ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയുന്നില്ല, ഞാനും പറയുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യും. വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമുള്ളൂ, വെറുതെ ലൈക്ക് ചെയ്തിട്ടും കാര്യമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. മഴയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ ബാക്കിയുള്ള ബോസ്നിയയിലെ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെയൊക്കെ എല്ലാവരോടും ബൈ ഫ്രം മൊസ്താർ.